DH എക്സാമാണ് എഴുതിയത്. അൽഹംദുലില്ലാ പാസ്സായി. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ആൻഡ്രൂ സർ. സാർ ത്രൂ ഔട്ട് മൈ ജേർണി വളരെ സപ്പോർട്ടീവായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നു. സാറ് അതിനനുസരിച്ച് പറഞ്ഞു തരുമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ മറിയ മാം ആയിരുന്നു എൻ്റെ മാം. ഫയൽസിലൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാമാണ് ക്ലിയർ ആക്കി തന്നിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഹസീന ഉണ്ടായിരുന്നു. അവളെ കൂടെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. ഞങ്ങൾ ഫയൽസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓർമ്മയിലും നിൽക്കുമായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതുകൊണ്ട്. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ മെഡിസിനൽ കെമിസ്ട്രിയുടെ മാത്രം വീഡിയോസ് ഞാൻ 2 തവണ കണ്ടിരുന്നു. എക്സാമിന് അടുപ്പിച്ച് ഒന്നും കൂടിയും കണ്ടിരുന്നു. പിന്നെ മെഡ്വെഞ്ചറിൽ കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡൗട്ട്സൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ എക്സാമിൻ്റെ ലാസ്റ്റ് 15 days ആയിരുന്നു പോർഷൻസ് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തത്. ഫയൽസ് നിന്നാണ് എനിക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നത്. എൻ്റെ എക്സാം ടഫായിരുന്നു എന്നൊന്നും പറയാനില്ല, കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. കാൽക്കുലേഷൻസ് ആയിരുന്നു കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയത്, അറിയാത്തതുണ്ടായിരുന്നത്. ബാക്കി ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫയൽസിൽ നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു, നമ്മൾ ഫയൽസിലൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് 2 hours എനിക്ക് അറിയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു. ബാക്കിയുള്ള 1 hour 50 minutes ആണ് ഉണ്ടാവുക. അതിൽ ആണ് ഞാൻ കാൽക്കുലേഷൻസും റിമൈനിങ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തത്. ഇനി എക്സാം എഴുതാമെന്ന് പറയാമെന്ന് വെച്ചാൽ കാൽക്കുലേഷൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഫയൽസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ നോക്കുക, അപ്പോൾ അതും റിവിഷൻ പോലെ ആവും. സിമ്പിളായിട്ടുള്ള എക്സാമാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും പാസ്സാവാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഓൾ ദി ബെസ്റ്റ്.